Welcome to NRI World. വിന്റർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചത് വിദേശത്തേക്ക് പോകുന്ന മലയാളികൾക്ക് നേട്ടമോ? പ്രമുഖ വിമാന കമ്പനികൾ വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി മാർച്ച് 28 വരെ കേരളത്തിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് ഇത് എത്രമാത്രം ആശ്വാസമാകും? വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഒക്ടോബർ 26 ആരംഭിച്ച വിന്റർ ഷെഡ്യൂൾ അവസാനിക്കുന്നത് 2026 മാർച്ച് 28 ആഴ്ചയിൽ 1520 ആഭ്യന്തര അന്തർദേശീയ സർവീസുകളാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുണ്ടാകുക. അതായത് ഒരുപാട് നമ്മൾ ഫ്ലൈറ്റ് നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് ടൈം അവൈലബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈസി ആയിരിക്കും നമുക്ക് ട്രാവൽ. നമുക്ക് ഏത് സമയത്തും ഫ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫെയർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സമയം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ശൈത്യകാല ഷെഡ്യൂളിൽ 27 എയർലൈനുകൾ ഉൾപ്പെടുന്നു. അവയിൽ 25 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 341 പ്രതിവാര സർവീസുകൾ നടത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ആഴ്ചയിൽ 49 സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിവാരം 47 സർവീസുകൾ നടത്തും. ഇത്തിഹാദ്, എയർ ഏഷ്യ, എയർ അറേബ്യ, ആകാശ എയർ, എയർ ഇന്ത്യ, സിംഗപ്പൂർ എയർലൈൻസ്, കുവൈറ്റ് എയർവേസ്, ഖത്തർ എയർവേസ് എന്നിവ പ്രതിവാര സർവീസുകൾ നടത്തുന്ന മറ്റ് പ്രമുഖ കാരിയറുകളാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിച്ചത് ഗൾഫ് യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായി. ടിക്കറ്റ് നിരക്ക് കുറയാത്തതിനാൽ ചില യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. സീസണിലൊക്കെ നല്ല ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. സാധാരണക്കാർക്കൊന്നും അഫോർഡബിൾ അല്ല. അവരുടെ സമയം അനുസരിച്ച് ഒരുപാട് ചാർജ് കൂട്ടുന്നുണ്ട്. പിന്നെ നിവൃത്തിയില്ലാതെ ആൾക്കാരങ്ങ് എടുത്ത് പോവുക. ട്രെയിനും വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നു. പുറത്ത് പോകുന്നവർക്ക് ട്രെയിനിലുടെയും ഫെസിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വേറെ ഒരു വഴി ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവരങ്ങ് എടുക്കുക, നിർബന്ധിതമായിട്ട് അങ്ങ് എടുത്തു പോവുക. അല്ലാണ്ട് ഇത് സർവീസ് കൂട്ടിയതുകൊണ്ടൊന്നും ചാർജ് കുറച്ചിട്ടൊന്നുമില്ല. ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുവാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് ഗൾഫ് യാത്രക്കാർ പറയുന്നത്. എങ്കിലും സർവീസ് കൂട്ടിയത് യാത്രാ തിരക്ക് കുറയ്ക്കാൻ കാരണമായി. ഫ്ലൈറ്റ് ചാർജ് ചില സമയത്തൊക്കെ ലാസ്റ്റ് ടൈമിലൊക്കെ ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ 1 month 2 months ബിഫോർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കുറവായിരിക്കും. അല്ലാത്ത ചാർജ് കൂടുതലായിരിക്കും. UAE-യിൽ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? UAE-യിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് വളരെ ആകർഷകമാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികളുടെ ലക്ഷ്യം ഇവിടെ വീട് വാങ്ങുക എന്നതാണ്. വീട് വാങ്ങുമ്പോൾ നിങ്ങളുടെ ബജറ്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ചില അധിക ചെലവുകൾ കൂടെ UAE-യിലുണ്ട്. നിങ്ങൾ ആദ്യം ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക ഒരു എസ്ക്രോ സംവിധാനത്തിലാണ് സൂക്ഷിക്കുന്നത്. അതായത് വസ്തുവിന്റെ വിൽപ്പനക്കാരനോ വാങ്ങുന്നയാൾക്കോ നേരിട്ടല്ലാതെ ഒരു 3-ാം കക്ഷി, സാധാരണയായി ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരിക്കും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സൂക്ഷിക്കുക. ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഫീസുകൾ നിർബന്ധമാണ്. അല്ലാത്തപക്ഷം ഒരു ഇടപാടുകളും അനുവദിക്കില്ല.
മോർട്ട്ഗേജ് ഉപയോഗിച്ച് വീട് വാങ്ങുന്ന പ്രവാസികൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട അധിക ചെലവുകൾ ഉണ്ടാകും. അതായത് വാങ്ങുന്ന വിലയുടെ 20% ഡൗൺ പേയ്മെന്റ് ആയി നൽകേണ്ടി വരും. കൂടാതെ ബാങ്കിന്റെ മോർട്ട്ഗേജ് അറേഞ്ച്മെന്റ് ഫീസ്, ബാങ്കിന്റെ വാല്യുവേഷൻ ഫീസ് എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തണം. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ച ശേഷം വർഷം തോറും നൽകേണ്ട ഒരു ചെലവാണ് സേവന നിരക്കുകൾ. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ എന്നിവ ഉൾപ്പെടെ ദുബായിലെ എല്ലാ പ്രോപ്പർട്ടികൾക്കും ഈ നിയമം ബാധകമാണ്. ോടെ 5 കോടി വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സൗദി അറേബ്യ. മധ്യവർഗ സമ്പന്നരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ മൊത്തം GDP-യിൽ ടൂറിസം മേഖലയുടെ സംഭാവന 10% എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയത് 11.6 കോടി വിനോദസഞ്ചാരികളാണ്. 26,000 കോടി റിയാലാണ് സഞ്ചാരികൾ ചെലവഴിച്ചത്. ലോകത്തെ 20 രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് എയർ കണക്ടിവിറ്റി ആരംഭിച്ചതും ടൂറിസം വരുമാനം വർദ്ധിക്കാൻ കാരണമായി. സ്വദേശീവൽക്കരണ നടപടികൾ കടുപ്പിച്ച് UAE. സ്വകാര്യ കമ്പനികൾ ഡിസംബർ 31-ഓടെ 2% സ്വദേശീവൽക്കരണം നടപ്പാക്കണമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. UAE-യുടെ സ്വദേശീവൽക്കരണ പദ്ധതിയായ ഇമിറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അഥവാ നാഫിസ് ആണ് കൂടുതൽ കർശനമാക്കുന്നത്. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികളാണ് 2% സ്വദേശികളെ നിയമിക്കേണ്ടത്. നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ജനുവരി 1 മുതൽ പിഴ ചുമത്തും. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതം, അതായത് വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. പിഴ സംഖ്യ 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ച് അടയ്ക്കാനും സൗകര്യമുണ്ട്. കൂടാതെ ഈ വിഭാഗം കമ്പനികളെ തരം താഴ്ത്തുകയും ചെയ്യും. വരെയുള്ള കമ്പനികൾ വർഷത്തിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന സമയപരിധിയും ഡിസംബർ 31-ന് അവസാനിക്കും. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നത്.
കഴിയുന്നവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള നടപടികൾ കർശനമാക്കി. വിദേശികളുടെ തൊഴിലനുമതി രേഖകളുടെ കാലാവധി പരിശോധനയില്ലാതെ പുതുക്കുന്ന ഇപ്പോഴത്തെ സമ്പ്രദായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് പുതിയ നിയമം അവതരിപ്പിച്ചത്. കുടിയേറ്റക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് പുതുക്കുന്നതിനിടയിൽ ജോലി തുടരാൻ ലഭിച്ചിരുന്ന ഗ്രേസ് പീരീഡ് ആണ് പുതിയ നിയമപ്രകാരം ഇല്ലാതാകുക. H1B, F1 വിസ ഉടമകളുടെ പങ്കാളികൾ പോലുള്ള നിരവധി പേരെ പുതിയ നിയമം ബാധിക്കും. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് കീഴിലുള്ള ചില F1 വിസ ഉടമകളായ വിദ്യാർത്ഥികളെയും എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ലഭിക്കുന്ന നിലവിലുള്ള അഭയാർത്ഥി അപേക്ഷകരെയും ഇത് ബാധിക്കും. കുടിയേറ്റക്കാരുടെ പശ്ചാത്തലം വ്യക്തമായി പരിശോധിക്കാനാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതരുടെ നീക്കം. ഇതുവഴി തട്ടിപ്പുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് അധികൃതർ കരുതുന്നു. കൂടാതെ അപകടകരമായ ഉദ്ദേശങ്ങളുള്ള വിദേശികളെ കണ്ടെത്തി നാടുകടത്താനുള്ള നടപടികളും അധികൃതർക്ക് സ്വീകരിക്കാം. ഗൾഫ് ലോകത്തെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAEയുടെ സ്വന്തം ഡെബിറ്റ് കാർഡായ ജയ്വാൻ കാർഡ് നവംബർ മുതൽ പുറത്തിറങ്ങും. ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 25,000 ദിർഹം വരെ പിൻവലിക്കാം. ഇന്ത്യക്കാർക്ക് ചിപ്പുള്ള ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പുതിയ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയതായി UAEയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അറിയിച്ചു. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും ഇനി മുതൽ പുതിയ പോർട്ടൽ വഴിയാണ് സ്വീകരിക്കുകയെന്നും UAEയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുവൈറ്റിൽ തൊഴിൽ സമയ വിവരങ്ങൾ തൊഴിലുടമകൾ ഓൺലൈനായി സമർപ്പിക്കണം. പുതിയ തൊഴിൽ നിയമം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ. UAEയിൽ നിന്ന് നാട്ടിലേക്ക് സൗജന്യമായി പണം അയക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് സെൻഡ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ശമ്പള ദിനം അടുത്തിരിക്കെ വന്ന ഈ തീരുമാനം പ്രവാസി മലയാളികളെ ആശങ്കയിലാക്കി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിയമങ്ങൾ പരിഷ്കരിച്ച് ബഹ്റിൻ. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയത്. സൗദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇ പാസ്പോർട്ടുകൾ അനുവദിച്ചു തുടങ്ങി. ഇ ഗേറ്റ് സംവിധാനം സുഗമമാക്കുന്നതിന് ഡിജിറ്റൽ പാസ്പോർട്ടുകൾ സഹായിക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. കാലാവധി കഴിഞ്ഞതോ രജിസ്റ്റർ ചെയ്യാത്തതോ ആയ വാടക കരാറുകൾ ക്രമപ്പെടുത്തുന്നതിന് ഇളവുകൾ പ്രഖ്യാപിച്ച് ഷാർജ. നവംബർ മുതൽ ഡിസംബർ 31 വരെ പാട്ടക്കരാറുകൾ നിയമാനുസൃതമാക്കുന്നവർക്ക് 50 മുതൽ 100% വരെ ഫീസ് ഇളവ് അനുവദിക്കും. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വിലയിൽ 5% വാറ്റ് ഉൾപ്പെടെയുള്ള നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന് UAE ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 5,000 ദിർഹം പിഴ ചുമത്തും. ഷാർജ രാജ്യാന്തര പുസ്തകമേള നവംബർ 5 മുതൽ 16 വരെ നടക്കും. ഷാർജ എക്സ്പോ സെന്ററിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 5-ന് ആരംഭിക്കും.
2026 ജനുവരി 11 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ മെഗാ റാഫിൾ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ദിവസേന ആകർഷകമായ സമ്മാനങ്ങൾ. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. പേരിൽ സ്നേഹമുള്ള ഒരേ ഒരു രാജ്യം ഏതാണെന്ന് നോക്കാം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്, പല നാടുകൾ പല രുചികൾ. ലോകമെമ്പാടും പ്രശസ്തമായ ബർഗറിന്റെ വിശേഷങ്ങൾ അറിയാം.